എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് എൻ്റെ ഊഷ്മളമായ ആശംസകൾ. കർത്താവായ യേശുവിൻ്റെ സ്നേഹം നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ എല്ലാവരും സ്നേഹത്തിനായി കൊതിക്കുന്നു. തുടക്കത്തിൽ സ്നേഹമായി ഇടപഴകിയാലും കാലക്രമേണ സ്നേഹം കുറയും. ഇതുമൂലം പലരും ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലേക്ക് വീഴുന്നു. മനുഷ്യരുടെ സ്നേഹം കുറയുന്നത് കാരണം ഏകാന്തത അവരെ വേട്ടയാടുന്നു. ഇന്ന് ആളുകൾക്ക് ജീവിതത്തിൽ വീടും കാറും പണവും വിദ്യാഭ്യാസവും സ്വാധീനവും സ്ഥാനമാനങ്ങളും ഉണ്ടെങ്കിലും പലരുടെയും ജീവിതത്തിൽ ഏകാന്തത അവരെ ഉത്കണ്ഠാകുലരാക്കുകയും അസ്വസ്ഥതയുടെ അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഏകാന്തതയുടെ ഹൃദയവേദനയാണ്. ഏകാന്തത ദുഃഖത്തെയും ദുരിതത്തെയും വളർത്തി ജീവിക്കാൻ തോന്നാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ഇക്കാരണത്താൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മദ്യപാനം, മയക്കുമരുന്ന്, ദുരുപയോഗം, മറ്റ് അനഭിലഷണീയമായ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടുകൊണ്ട് നിർജീവ വ്യക്തികളെപ്പോലെ ജീവിതം നയിക്കുന്ന നിരവധി ആളുകളുണ്ട്. മാതാപിതാക്കളുടെ അഭാവത്തിൽ ഏകാന്തതയിലും ദുഃഖത്തിലും ജീവിക്കുന്ന കുട്ടികളുണ്ട്. ഭർത്താക്കന്മാർ മരിച്ചതിനാലോ ഉപേക്ഷിച്ചതിനാലോ ഏകാന്തത അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പുരുഷന്മാരുമുണ്ട്. വിദേശത്ത് പോയി ധാരാളം പണം സമ്പാദിച്ച് സുഖമായി ജീവിച്ചിട്ടും ഭാര്യമാരും കുട്ടികളും ഇപ്പോഴും സ്വന്തം നാട്ടിൽ തന്നെ ആയതിനാൽ പലരും ഏകാന്തത അനുഭവിക്കുന്നു. വിദേശത്ത് നിന്ന് സമ്പാദിച്ച് ധാരാളം പണം അയക്കുന്നുണ്ടെങ്കിലും ഭർത്താവിനൊപ്പം കഴിയാനാകാത്തതിൽ ഭാര്യ വിഷമിക്കുന്നു. അച്ഛനോടൊപ്പം കഴിയാൻ കുട്ടികൾ കൊതിക്കുന്നു. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ആരോ തങ്ങളെ വഞ്ചിച്ചതിനാലുള്ള ഏകാന്തതയുടെ വേദന. വിവാഹിതരായി ഒരേ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും സ്നേഹമില്ലാത്ത മദ്യപാനിയായ ഭർത്താവ് കാരണം ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട ഇണ മറ്റൊരാളുമായി പ്രണയത്തിലാവുകയും വിവാഹമോചനം നേടുകയും ചെയ്തതിനാൽ ഹൃദയം തകർന്ന് ഏകാന്തതയോടും വഞ്ചനയോടും മല്ലിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുമുണ്ട്. മക്കളെ സ്നേഹപൂർവ്വം വളർത്തി പഠിപ്പിച്ചു. എന്നാൽ വാർദ്ധക്യത്തിൽ വൃദ്ധസാധനങ്ങളിൽ അഭയം തേടേണ്ടി വന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരും ക്ഷീണിതരുമായ നിരവധി ആളുകളുണ്ട്. ജോലി നഷ്ടപ്പെട്ടതിനാലും സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചു പോയതിനാലും നോക്കാൻ ആരുമില്ലാതെയും അതിജീവിക്കാൻ വഴിയില്ലാതെയും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ട്. വിദേശത്ത് നിന്ന് വന്ന് ജോലി കണ്ടെത്താനാകാതെ ഏകാന്തതയിലും വേദനയിലും ജീവിക്കുന്നവരുണ്ട്. വൃദ്ധരായാലും ചെറുപ്പക്കാരായാലും ഗുരുതരമായ രോഗം ബാധിച്ച് വേദനയിലും ഏകാന്തതയിലും ജീവിക്കുന്നവരുണ്ട്. ഇതുമൂലം പലരും നിരുത്സാഹപ്പെടുകയും മദ്യപാനം, മയക്കുമരുന്ന്, വേശ്യാവൃത്തി, ചൂതാട്ടം എന്നിവയ്ക്ക് അടിമകളായി ജീവിതം നയിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യഹൃദയവും സ്നേഹവും ബന്ധവും ആഗ്രഹിക്കുന്നു, പക്ഷെ അത് ലഭിക്കുന്നില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇത്തരത്തിലുള്ള ജീവിതം നയിക്കാനല്ല. മനുഷ്യർക്ക് സുഖമായി ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഭൂമിയിൽ സൃഷ്ടിച്ചു. അവർക്ക് വെളിച്ചം, വായു, വെള്ളം എന്നിവ സൗജന്യമായി നൽകുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഇങ്ങനെയായിരിക്കുന്നത്? മനുഷ്യന്റെ പാപമാണ് അതിനുള്ള കാരണം. പാപമാണ് നമ്മെ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അകറ്റി വേർതിരിക്കുന്നത്. ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. പാപമാണെന്ന് അറിയാമെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയാത്തതിൽ കുറ്റബോധം തോന്നുന്നവരുമുണ്ട്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്തു തന്നെയായാലും കർത്താവിന് മാത്രമേ നമ്മെ സ്നേഹിക്കാൻ കഴിയൂ. കർത്താവ് എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നോ എന്ന് നമ്മൾ വേദനയോടെ പറഞ്ഞേക്കാം. ഒരു മകനോ മകളോ അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ കൂടെ ആയിരിക്കുമ്പോൾ അവർക്ക് അവരുടെ സ്നേഹം ലഭിക്കുന്നു. പക്ഷെ അമ്മ അച്ഛനിൽ നിന്ന് എന്തെങ്കിലും കാരണത്താൽ വേർപിരിഞ്ഞു പോയാൽ മാതാപിതാക്കളുടെ സ്നേഹം അറിയാൻ കഴിയില്ല. എന്നാൽ നമ്മെ സൃഷ്ടിച്ച കർത്താവ് യേശു എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ തെറ്റുകൾ വരുത്തുമ്പോഴും അവൻ നമ്മോടൊപ്പമുണ്ട്. അവൻ നമ്മളെ സ്നേഹിക്കുന്നതിൽ ഒരു കുറവുമില്ല. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ ഈ പാപം ചെയ്തതിനാൽ കർത്താവ് നമ്മെ വിട്ടുപോയി എന്ന ചിന്ത യാന്ത്രികമായി മനസ്സിൽ വരുന്നു. അവൻ കരുണയുള്ള ദൈവമാണ്. കർത്താവ് പറഞ്ഞു, ഒരു സ്ത്രീക്ക് തൻ്റെ മക്കളെ മറക്കാനും അവരോട് കരുണ കാണിക്കാതിരിക്കാനും കഴിയുമോ? അവൾ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, അവൻ നിന്നെ കൈവിടില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പാപാവസ്ഥയിലായിരിക്കാം. ഭൂമിയിലെ ഗുരുത്വാകർഷണ ബലത്താൽ നമ്മൾ എന്ത് മുകളിലേക്ക് എറിഞ്ഞാലും അത് തിരികെ താഴേക്ക് വരുന്നു. അതുപോലെ മനുഷ്യർ പാപം ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള പ്രവണത ഉള്ളതുകൊണ്ടാണ്. അത് അവനറിയാം. അതുകൊണ്ട് പാപം ചെയ്യുന്ന ആരെയും കർത്താവ് വെറുക്കുന്നില്ല. പാപത്തിൽ നിന്ന് പിന്തിരിയാൻ അവർക്ക് ശക്തി നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ പറയുന്നു, കർത്താവ് യേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിലേക്ക് വന്നു. നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യാനും പാപത്തെ ജയിക്കാൻ നമ്മെ പ്രാപ്തരാക്കാനും അവൻ എന്താണ് ചെയ്തത്? ആ പാപത്തെ ചെറുക്കാൻ നമുക്ക് എങ്ങനെ ശക്തി നേടാമെന്ന് എൻ്റെ അടുത്ത കത്തുകളിൽ ഞാൻ നിങ്ങൾക്ക് എഴുതാം.
കർത്താവ് യേശുവിന്റെ കാലത്ത് എരിഹോ പട്ടണത്തിൽ സക്കായി എന്ന് ഉയരം കുറഞ്ഞ മനുഷ്യൻ താമസിച്ചിരുന്നു. അയാൾക്ക് നികുതി പിരിക്കാൻ അധികാരമുണ്ടായിരുന്നു. ജനങ്ങളിൽ നിന്ന് അന്യായമായ നികുതി പിരിച്ചുകൊണ്ട് അയാൾ ആഡംബര ജീവിതം നയിച്ചു. പട്ടണത്തിൽ ആരും അവനെ സ്നേഹിക്കുന്നില്ല. അവർ നികുതി കൊടുത്തത് വെറുപ്പോടെയാണ്. അങ്ങനെ പണമുണ്ടായിട്ടും ആരും തന്നെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നലിന്റെ ഭാരത്തിൽ അവൻ ജീവിച്ചു. ഒരു ദിവസം കർത്താവ് യേശു താൻ ഇരിക്കുന്നിടത്തേക്ക് അടുത്ത് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവനൊരു കാട്ടത്തി മരത്തിൽ കയറി. കാരണം അവനൊരു കുള്ളനായിരുന്നു. അയാൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. മനുഷ്യർ നമ്മളെ വെറുക്കുന്നു, ദൈവവും നമ്മളെ വെറുക്കാതെ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ആ മരത്തിലിരുന്നു. കർത്താവ് യേശു ജനക്കൂട്ടത്തോടൊപ്പം വന്നപ്പോൾ അവൻ മരത്തിനരികിൽ നിന്ന് ആരും കാണാതിരിക്കാൻ സക്കായി ഒളിച്ചിരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവന് താൻ അവിടെ ഉണ്ടെന്നറിയില്ലേ? അവൻ നിന്ന് മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കായി വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വസിക്കേണ്ടതാകുന്നു. ഭയപ്പെട്ടിരുന്ന അവൻ അത്യധികം സന്തോഷിച്ചു. മരത്തിൽ നിന്നിറങ്ങി അവനെ അനുഗമിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ പാപിയാണെന്ന് ഇവനറിയില്ലേ? ഇവൻ എങ്ങനെ ആ വീട്ടിൽ തന്നെ ഇരിക്കും? അവരുടെ ശബ്ദം കേട്ട് സക്കായി അവരോടൊപ്പം പോകുമ്പോൾ പറഞ്ഞു, യജമാനനെ, ഞാൻ ആരുടെയെങ്കിലും പക്കൽ നിന്ന് എന്തെങ്കിലും തെറ്റായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി തിരികെ നൽകുന്നു. അവൻ പറഞ്ഞു, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. കർത്താവ് യേശു പറഞ്ഞു, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസ് 19:1-10 വരെ. സക്കായി ഒരു പാപിയാണ്. യേശു അവനെ സ്നേഹിച്ചു. അവൻ അവൻ്റെ അടുക്കൽ വന്ന ഉടനെ അവൻ ഇനി പാപം ചെയ്യുകയില്ല എന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ടു. നാം എല്ലാവരും ഒരു വിധത്തിൽ പാപികളാണ്. പക്ഷെ അവൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ ആ സാഹചര്യം മാറ്റും. അവൻ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. യോഹന്നാൻ 8:1-12 വരെ. നിങ്ങൾ അവനെ കർത്താവായി സ്വീകരിച്ച് അവനെ അനുഗമിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രകാശമുള്ള ജീവിതവും വിശുദ്ധ ജീവിതവും നയിക്കാൻ കഴിയും. നിങ്ങൾ കർത്താവ് യേശുവിനെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നീ അവനിൽ അഭയം പ്രാപിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കാത്തവർ പോലും നിന്നെ സ്നേഹിക്കും. കർത്താവ് അവരുടെ മനസ്സ് മാറ്റും. അങ്ങനെ സകല പാപങ്ങളും ചെയ്ത എല്ലാവരെയും സ്നേഹിക്കുകയും ജീവൻ നൽകുകയും ചെയ്തവനാണ് അവൻ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പാപമുണ്ടെങ്കിലും അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതും എന്തു തന്നെയായാലും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ചെയ്യാനുള്ളതൊരു കാര്യമേ ഉള്ളൂ, അവൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ മനോഭാരങ്ങൾ അവനോട് പറയുക. നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ സമാധാനം കണ്ടെത്തും. ദുഃഖം അപ്രത്യക്ഷമാകും. നിങ്ങളുടെ ജീവിതം മാറും. അവനെ വിളിച്ചപേക്ഷിക്കുക. നിന്നെ സ്നേഹിക്കാത്തവർ പോലും നിന്നെ സ്നേഹിക്കും. നീ ദൈവത്തിലേക്ക് വന്നതിനാൽ പാപമോചനം ലഭിക്കുന്നതിനെക്കുറിച്ച് എൻ്റെ അടുത്ത കത്തുകളിൽ ഞാൻ എഴുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. താഴെയുള്ള ചോദ്യങ്ങൾക്ക് വാട്സപ്പിൽ ഉത്തരം നൽകുക, അല്ലെങ്കിൽ ഫോണിൽ പറയുക, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ വഴി എഴുതുക. അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഹായകരമായിരിക്കും. കർത്താവിൻ്റെ സ്നേഹവും അനുഗ്രഹവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഏത് വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ഏത് രോഗത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ സമാധാനമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പുതിയ നിയമം എന്ന പുസ്തകം നിങ്ങളുടെ കൈവശമുണ്ടോ? നിങ്ങൾക്ക് പതിവായി കത്തുകൾ ലഭിക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ജന്മദിനം എഴുതി അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം അയച്ചു തരാം.